നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. അതിനകത്ത് ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന് വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധിയാണ്. അദ്ദേഹമാണ് ചെയർമാൻ, അദ്ദേഹമാണ് NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ. അനന്തു കൃഷ്ണൻ എന്ന 27കാരന്റെ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകൾ കൂടുതൽ പുറത്തേക്ക് വരികയാണ്. അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും റിട്ടയേർഡ് ജസ്റ്റിസ് വരെയും ആരോപണ വിധേയരാകുന്നു. പാവപ്പെട്ട സ്ത്രീകളുടെ സ്വരുക്കൂട്ടിയ പണം പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനുമൊക്കെ വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിൽ പിരിച്ചെടുത്ത 1000 കോടിയിൽ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് 3 ലക്ഷം മാത്രം. അനന്തുകൃഷ്ണൻ പറഞ്ഞതുപോലെ അക്കൗണ്ടിലെ പണം രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പങ്കിടുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന തട്ടിപ്പിന് പിന്നിൽ ഉന്നതരോ? ക്രൈംബ്രാഞ്ചിന്റെ വൻ സംഘം രൂപീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമോ? പരിശോധിക്കാം. എനിക്കൊപ്പം ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, LG ലിജീഷ്, CPM പ്രതിനിധി, ഷാബു പ്രസാദ്, വലതു സഹയാത്രികൻ സക്കറിയാർ ജോർജ്, റിട്ടയർഡ് SP എന്നിവരാണ്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, DCC ജനറൽ സെക്രട്ടറിയായ താങ്കൾക്കെതിരെ വരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്, പരാതിയുണ്ട്. ഈ ഒരു 27കാരൻ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടന്ന് സർവരെയും പറ്റിച്ച് പണം പിരിച്ച് തട്ടിപ്പ് നടത്തി എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ സംഭവത്തിന്റെ വ്യാപ്തി. താങ്കൾക്കെതിരെ ഉൾപ്പെടെ ഉയരുന്ന ആരോപണത്തിന്റെ മറുപടി എന്താണ്? ഈ അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നിൽ ഉന്നതർ ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടുന്ന സാഹചര്യമല്ലേ? ഒന്ന്, എനിക്കെതിരെയുള്ള ആരോപണം എന്താണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേസ് എന്താണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ഗുണകരമായി തീരുമായിരുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ളവരും പണം വാങ്ങുന്നു എന്ന തരത്തിൽ, തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. താങ്കൾ ആരോപണ വിധേയനാണല്ലോ, താങ്കൾ വിശദീകരിച്ചോളൂ അക്കാര്യം. അല്ല, നിങ്ങൾക്കത് വിശദീകരിച്ചു. കാരണം ആരോപണ വിധേയനായ ഒരാളെ ചർച്ചയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ വിശ്വാസ്യത ഉണ്ടാവില്ലല്ലോ. വ്യക്തിപരമായിട്ട് എനിക്കെതിരെ താങ്കൾക്ക് News 18 കിട്ടിയ ആരോപണം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സൗകര്യമായിരുന്നു. ഞങ്ങൾ കൊടുത്ത വാർത്തയല്ല, പലരും ആരോപണ വിധേയരാണ്. ഈ അനന്തുകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള മൊഴി, പോലീസിന് നൽകിയ മൊഴിയുമായി ബന്ധപ്പെടുത്തി പലതരം വാർത്തകൾ വരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ വാർത്ത വന്നിരുന്നു, അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുത്തത്, അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു. അതിനുശേഷം കസ്റ്റഡിയിൽ കൊണ്ടുവരുന്ന വഴിയിൽ അനന്തുകൃഷ്ണന്റെ തന്നെ ഒരു പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് മാത്യു കുഴൽനാടന് പണം നൽകിയിട്ടില്ല എന്നതായിരുന്നു. സമാനമായ ഒരു ആരോപണം താങ്കൾക്കെതിരെയും പറഞ്ഞ് കേട്ടിരുന്നു. അതിന്റെ വിശദീകരണമാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാനിപ്പോ തെരുവിലാണ് നിൽക്കുന്നതെങ്കിൽ ശ്രീമതി രേണുക, എനിക്കിങ്ങനെ അഭിപ്രായം പറയാം. ഞാനൊരു ന്യൂസ് ചാനലിൽ നിൽക്കുന്ന സമയത്ത് എനിക്കെതിരെ ആരോപണമുണ്ട്, താങ്കൾ ആരോപണ വിധേയനാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കതിന്റെ ക്ലാരിഫിക്കേഷൻ വേണം. ഇന്നലെ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വാർത്ത ഒരു ചാനലിൽ പുറത്തു വരുന്നു. ആ ചാനലിലെ സ്ക്രീൻഷോട്ട് വെച്ച് ചില ആളുകൾ കുറ്റാരോപിതൻ അത് ഇത് എന്ന് പറയുന്നു. അതൊരു യഥാർത്ഥ വാർത്തയാണ് എന്ന രീതിയിൽ താങ്കൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മളൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ എനിക്കിവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണം. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ എന്നെ ആരോപണ വിധേയൻ എന്ന് പറഞ്ഞാൽ എനിക്കതിന്റെ ക്ലാരിഫിക്കേഷൻ പറയണം. അതുകൊണ്ട് എനിക്കെതിരെയുള്ള ആരോപണം ശ്രീമതി രേണുകയ്ക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ സൗകര്യമാണ്. ഞാൻ അത്രമാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഉൾപ്പെടുന്ന സ്ഥാപനം തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ ആരോപണമുണ്ട്. അതെന്താണെന്ന് താങ്കൾ വിശദീകരിക്കൂ. താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, ചില സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചിരുന്നു, ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു താങ്കൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ആരോപണ വിധേയനെന്ന് പറഞ്ഞത്. താങ്കൾ ഒരു കുറ്റക്കാരനെന്നോ ഏതെങ്കിലും തരത്തിൽ ഇത് തെളിയിക്കപ്പെട്ടെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. ആരോപണം നേരിടുന്ന വ്യക്തി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നു. താങ്കൾ തന്നെ അക്കാര്യം ചെയ്തു. അതിൽ വസ്തുത എന്ത് എന്നാണല്ലോ ഞാൻ ചോദിച്ചത്. അല്ല, ഒരു മിനിറ്റ്.
അല്ലെ യെസ് അല്ലെ ആരോപണ വിധേയൻ എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ ആരോപണം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിനെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ വളർന്നിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഡിജിറ്റൽ കറൻസി വരുന്നു എന്ന് പരസ്യം കൊടുക്കുമ്പോൾ അന്ന് രാവിലത്തെ ഗുഡ് മോർണിംഗ് ന്യൂസിൽ ഈ കേരളത്തിനകത്ത് ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു എന്ന് പ്രചരണം നടത്തുന്ന അത്രയ്ക്കും മാത്രം കപ്പാസിറ്റിയും കാലിബറുമുള്ള ആളുകൾ മാധ്യമ പ്രവർത്തന രംഗത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ആരോപണത്തെ പറ്റി ചോദിച്ചത്. ഇനി രണ്ട്, എന്റെ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സെന്റർ 25 വർഷമായി സന്നദ്ധ സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഞങ്ങളുടെ കീഴിൽ 2000-ലധികം സ്വാശ്രയ സംഘങ്ങളുണ്ട്, അതിൽ അംഗങ്ങളുണ്ട്. അവിടെ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാത്ത സ്വാശ്രയ സംഘ അംഗങ്ങളുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ NGOസുമായി ചേർന്നും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ NGOയിലെ സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല സന്നദ്ധ സംഘടനയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാളികേര ക്ലസ്റ്റർ ഉണ്ട്, നെൽ ക്ലസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വരുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ഒരു വർഷം 1-1.5 വർഷം മുമ്പ് നെബാർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിന്റെ മേധാവികൾ കോഴിക്കോട്ടേക്ക് ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ സായി ഗ്രാം ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ അനന്തകുമാറാണ്. ആ അനന്തകുമാർ ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിനകത്ത് ഞങ്ങളുടേതടക്കം കോഴിക്കോട് ജില്ലയിലെ 13 NGOs പങ്കെടുക്കുന്നു. ആ NGOസിൽ പങ്കെടുക്കുന്ന സമയത്ത് അനന്തകുമാർ സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്റെ ട്രസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വരുന്നത്. എന്റെ ട്രസ്റ്റിലേക്ക് മാത്രം വന്നാൽ പോരാ, കേരളത്തിലെ സന്നദ്ധ സംഘടനകളിലേക്കൊക്കെ ഈ ഫണ്ട് വരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിന്റെ പേരിൽ നമ്മൾ ദേശീയ തലത്തിൽ ഒരു നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. നീ സംഘടനകളും നിങ്ങളിതിൽ അംഗമാവണം എന്ന് പറഞ്ഞു. എന്റെ അടുത്തിരിക്കുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ ഒന്ന് താമരശ്ശേരി രൂപതയുടെ സന്നദ്ധ സംഘടനയായ COD ആണ്. തൊട്ടടുത്തിരിക്കുന്നത് ദേവഗിരി കോളേജിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള CMI സഭയുടെ NGO ആയ സ്റ്റാർസ് ആണ്. തൊട്ടടുത്തിരിക്കുന്ന കന്യാസ്ത്രീ, ഇത് 2 പള്ളിയിലച്ചന്മാരാണെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന കന്യാസ്ത്രീ റാണി മരിയം എന്ന NGO ആണ്, കോഴിക്കോട്ടെ കന്യാസ്ത്രീകളുടെ കൂട്ടായ്മ. ഒപ്പം ഉള്ളത് കോട്ടൂർ വെൽഫെയർ സൊസൈറ്റി, EDS ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റ് ജാനകി മാഡം ഉൾപ്പെടെയുള്ള സംഘടനകൾ. അങ്ങനെ 13 സംഘടനകൾ. ആ സംഘടനകളോടാണ് ഇദ്ദേഹം പറയുന്നത് നെബാർഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവിടെയും ഞങ്ങൾ ഈ സായി ഗ്രാമിനെ പറ്റി പഠിക്കാൻ വേണ്ടി വീണ്ടും തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തിന്റെ സായി ഗ്രാം നേരിൽ കണ്ട് സംസാരിച്ചു. പക്ഷേ കേരളത്തിലെ തന്നെ അത്ഭുതം എന്ന രീതിയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയ ആ ഒരു സ്ഥാപനം, മുന്നിൽ തന്നെയുള്ള ബോർഡിൽ 100 കണക്കിന് സ്ഥാപനങ്ങളുടെ പേരുകൾ, അതിനെ ആ ഒരു 10-15,000 ആൾക്ക് ഇരിക്കാവുന്ന ഒരു ഹാള്, 200 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞ അത്ഭുതം പോലെയുള്ള ഒരു സ്ഥാപനം. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് വളരെ റെപ്യൂട്ടഡ് ആയ ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതായി ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ ഉഷ തയ്യൽ മെഷീൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉഷ കമ്പനിയെ ഞങ്ങൾ ബന്ധപ്പെട്ടു. നിങ്ങൾ പറയുന്ന തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പോകണം. ഉഷ കമ്പനിയെ ബന്ധപ്പെട്ടു. 50% ഇങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 50% ബൾക്ക് ഓർഡർ കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് പണം വാങ്ങി ഇവർക്ക് കൊടുത്ത് ഇവർ സമയബന്ധിതമായി ഏകദേശം എനിക്ക് മാത്രം, എന്റെ NGOയ്ക്ക് മാത്രം 300-ലധികം തയ്യൽ മെഷീൻ കിട്ടി. കോഴിക്കോട് ജില്ലയിൽ 10,000 കണക്കിന് തയ്യൽ മെഷീൻ കിട്ടി. ലാപ്ടോപ്പ് തരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ലാപ്ടോപ്പ് തരുന്ന കമ്പനിയുടെ HP കമ്പനിയുടെ ആളുകളെ നേരിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ 50% കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. പിന്നീട് ജൈവവളം വന്നു, ഞങ്ങൾക്ക് വന്നു, പഠനോപകരണങ്ങൾ വന്നു. അതിനുശേഷമാണ് സ്കൂട്ടറിലേക്ക് പോയത്. സ്കൂട്ടർ രംഗത്തേക്ക് വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ സ്കൂട്ടറും ഞാൻ ചെയർമാനായ NGO ഏകദേശം 150 സ്കൂട്ടറുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് എന്റെ സംഘടനയ്ക്ക് ഏകദേശം 1.25 കോടി രൂപയുടെ സഹായങ്ങൾ എന്റെ NGOയ്ക്കകത്തുള്ള പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. പിന്നീട് വന്നപ്പോഴാണ് ഈ ഫണ്ട് വരുന്നില്ല, 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് തരാം എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് വരുന്നില്ല, ഗൃഹോപകരണം വരുന്നില്ല, സ്കൂട്ടർ വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അന്വേഷിച്ച് അനന്തകുമാറിന്റെ അടുത്ത് പോയി. അനന്തകുമാറിന്റെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഈ സംഘടനയിൽ ഇത് രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ അറിയിക്കണ്ടേ? ഞാൻ അത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം മനസ്സിലാകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ CODയുടെ ചെയർമാനായ പള്ളിയിലച്ഛനും സ്റ്റാർസിന്റെ ചെയർമാനായ പള്ളിയിലച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളാണ് പോകുന്നത്.
തുടർന്ന് ഞങ്ങൾ എറണാകുളത്ത് അനന്തു താമസിക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിന് വിളിച്ച സമയത്ത് അദ്ദേഹം തൊടുപുഴയിൽ ഒരു അമ്പലത്തിലാണ്. ഞങ്ങൾ ആ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് അമ്പലത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇത്രയേറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 5 കോടി രൂപയിലധികം, നിങ്ങൾ 5 കോടി തന്നതിന് 10 കോടി രൂപയിലധികം നിങ്ങൾക്ക് സഹായങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ആരോപണ വിധേയമായപ്പോൾ എനിക്ക് പറയാനുള്ള സമയം ഇപ്പോൾ താങ്കൾ മറ്റൊരു MLA അങ്ങനെ എത്ര പേർ നേതൃത്വം നൽകുന്ന സംഘടനകൾ വഴിയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് അറിയാമല്ലോ. ആനന്ദകുമാറാണ് ഇതിനൊക്കെ പിന്നിലെന്നാണ് അനന്തു എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വളരെ വിശ്വസ്തനായും നിഷ്കളങ്കനായും വളരെ റെപ്യൂട്ടഡായും ഒക്കെ തോന്നിയ ആ സംഘടന നടത്തിയിരുന്ന, ആ സംവിധാനം നടത്തിയിരുന്ന വ്യക്തിയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അനന്തു എന്ന് പറയുന്നു. ഞങ്ങൾക്ക് നിഷ്കളങ്കനല്ല. ഞങ്ങൾ ആ തരത്തിൽ ദയവ് ചെയ്ത് നിങ്ങളെ പോലെയുള്ള ഒരാൾ പറയരുത്. ഞാൻ പറഞ്ഞത് ആനന്ദകുമാർ എന്ന് പറയുന്ന ആളെ പറ്റിയാണ്. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സോറി, ഞാൻ അനന്തു കൃഷ്ണനെ അദ്ദേഹത്തെ ഒരു വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് കണ്ടത്. അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ തെരഞ്ഞു പോയ സമയത്ത് കണ്ടത് ആനന്ദകുമാറിനെ ആണ്. 1-2 പരിപാടികളിൽ കണ്ടതും അദ്ദേഹത്തെ പോയി അന്വേഷിച്ച് പിടിച്ചതും. ആനന്ദകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ റെപ്യൂട്ടേഷൻ ആണ് ഞാൻ അടക്കമുള്ള സംഘടനയെ ഇതിലേക്ക് എത്തിച്ചത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി എടുത്തുകൊണ്ടാണ് വാർത്താ ചാനൽ എന്ത് പറയുന്നു, ഇതാ DCC സെക്രട്ടറിയും കോൺഗ്രസ് നേതാവും കുരുക്കിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത് ആരോപണ വിധേയൻ. ഇങ്ങനെ പറഞ്ഞു ഒരാളെ ആരോപണ വിധേയനാക്കാൻ എളുപ്പമാണ്. ഞാൻ ഈ നിയമം വിശ്വസിക്കുന്നുണ്ട്. നിയമത്തിന്റെ മുന്നിലേക്ക് പോകാനും തയ്യാറാണ്. തട്ടിപ്പ് നടന്നു എന്നത് വ്യക്തമാണല്ലോ. നിങ്ങൾ ഇത്രയധികം രാഷ്ട്രീയ രംഗത്ത് പരിചയമുള്ള ആർക്കും MLA സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ എല്ലാവരും തട്ടിപ്പിൽ ചെന്ന് വീണുകൊടുത്തു. ഇപ്പോൾ അനന്തുവിന്റേതായി വരുന്ന വിവരങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഒക്കെ പണം നൽകിയിട്ടുണ്ട് എന്നതാണ് ഓരോരുത്തരുടെ പേരുകളായി പുറത്തു വരികയാണ്. അപ്പോൾ ഇതൊക്കെ നിഷ്കളങ്കമായിരുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കുമെന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിഷ്കളങ്കമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണ്. എന്റെ സംഘടനയ്ക്ക് 1.25 കോടി രൂപയുടെ സഹായങ്ങൾ ഇദ്ദേഹത്തിന്റെ നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഏകദേശം 1.5 കോടി രൂപയുടെ ലയബിലിറ്റി ഉണ്ട്. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സാധനങ്ങളുടെ പണം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടിയത് ഇങ്ങോട്ട് കിട്ടിയതാണ് അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ. ഞാനത് ലാഭം നഷ്ടവും കണക്കിലല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തട്ടിപ്പായി മാറും എന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചത് ആനന്ദകുമാറിനെയാണ്, എന്നോടൊപ്പം വന്നിരിക്കുന്ന സംഘടനകളെയാണ്. ആ സംഘടനകളൊക്കെ വിശ്വസിച്ചത് ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ, മാർക്കറ്റിംഗ് ഫണ്ടിലൂടെ, CSR ഫണ്ടിലൂടെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നാണ്. അത് കിട്ടാത്ത ഘട്ടത്തിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു, പിടിച്ചു. അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ നേരത്തെ ഫണ്ട് കൊടുത്ത ആളുകളെ ഞങ്ങൾ സമീപിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ സ്കൂട്ടർ തന്നത്, ലാപ്ടോപ്പ് തന്നത് എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ സംഘടന ഇന്നൊരു ക്രൈസിസിലാണ്. നിങ്ങൾ അത് തിരിച്ചു തരാൻ തയ്യാറാകണം. ഞങ്ങൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും തിരിച്ചു തരാൻ തയ്യാറാണ്. പണം തിരിച്ചു തരാൻ തയ്യാറാണ്. ഞങ്ങൾ അത് തിരിച്ചു വാങ്ങി, വളരെ സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ അത് തിരിച്ചു വാങ്ങി ആളുകൾക്ക് കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദയവ് ചെയ്ത് നിങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് എന്ന അഭ്യർത്ഥനയാണുള്ളത്. അതുകൊണ്ട് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അനന്തവും അതൊക്കെ തന്നെയാണ് പറയുന്നത്. ശ്രീ നിജേഷ്, താങ്കൾ കോൺഗ്രസ് പ്രതിനിധിയായി കൂടിയാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നോക്കൂ, MLA മാർ ഉൾപ്പെടെയുള്ളവർ ഈ രീതിയിൽ പണം വാങ്ങിയെന്ന ആരോപണം ഇപ്പോൾ അനന്തു ഇല്ല, മാത്യു കുഴൽനാടന് കൊടുത്തിട്ടില്ല പണം എന്ന് പറയുന്നുണ്ട്. മറ്റ് ഇപ്പോൾ പെരിന്തൽമണ്ണ MLA-യും ഇതുപോലെ നടത്തി വന്ന അങ്ങനെയല്ല പറയേണ്ടത്. ഒരു ചാനലിലെ ഡോക്ടർ എന്ന് പേരെടുക്കുന്ന ഒരു ചങ്ങാതി രാവിലെ മുതൽ പറയുകയാണ് മാത്യു കുഴൽനാടൻ പണം വാങ്ങി. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ പ്രധാനപ്പെട്ട ചാനൽ ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് രാവിലെ മുതൽ മാത്യു കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു. മാത്യു ഉച്ചയ്ക്ക് വളരെ വൃത്തിയിലും വെടിപ്പിലും വെല്ലുവിളിച്ചു, ഈ ചാനലിനെ വെല്ലുവിളിച്ചു.
ധൈര്യമുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു. നിഷേധിച്ചു. അതിനുശേഷം അനന്തു ഇന്റേതായ പ്രതികരണവും അക്കാര്യത്തിൽ വരുന്നു. അങ്ങനെയല്ല. പക്ഷേ ലാലി വിൻസെന്റ് ഉണ്ടല്ലോ, ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ എന്തിനു കൊടുത്തു എന്നത് അറിയില്ലല്ലോ. ആദ്യ ദിവസങ്ങളിൽ വി ഡി സതീശൻ ന്യായീകരിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്. കോടതിക്ക് വരെ സംശയമായിരുന്നു ഇത്രയും എങ്ങനെയാണ് ലീഗൽ അഡ്വൈസ് കൊടുത്തതിന് കിട്ടുക എന്നത്. അത് ന്യായീകരിച്ചുകൊണ്ടല്ലേ പാർട്ടി രംഗത്ത് വന്നത്. അപ്പോൾ എന്തൊക്കെ പുറത്തു വരാനിരിക്കുന്നു, ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്, ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പുറത്തു വരട്ടെന്നേ. അല്ല, ഞാൻ ചോദിക്കുന്നത് പുറത്തു വരണം, അന്വേഷണ സംവിധാനം പുറത്തു കൊണ്ടുവരണം. ഞങ്ങളൊക്കെ കൊടുത്ത കേസിനകത്ത് ആനന്ദകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്വേഷണത്തിലേക്ക് പോവണം. ഞങ്ങൾ ഇതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സന്നദ്ധ സംഘടനകൾ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അവരെ താറടിച്ച് കാണിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആര് വാങ്ങി, എന്തിനു വാങ്ങി വ്യക്തമാക്കപ്പെടണം. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ആരും അന്വേഷണത്തിന് എതിരല്ല. പക്ഷേ അതിനിടയ്ക്ക് കയറി അന്വേഷിച്ച് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കൂട്ടർ ഇവിടെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ആരോപണങ്ങളെ തള്ളുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. പത്രത്തിലെ പരസ്യം പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത, പത്രത്തിൽ ഡിജിറ്റൽ കറൻസി എന്ന് പരസ്യം വരുന്ന സമയത്ത് അന്ന് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് കേരളം എന്ന് പറഞ്ഞ് ഇതോ കേരളത്തിലേക്ക് ഡിജിറ്റൽ കറൻസി വന്നു എന്നൊക്കെ പറയുന്ന പ്രവർത്തനമുള്ളൂ. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ നോക്കൂ, പ്രമീള ദേവിയുടെ ആദ്യത്തെ പ്രതികരണം ഒന്നും അറിയത്തില്ല എന്നതായിരുന്നു. ഇപ്പോൾ അനന്തുവുമായി ചേർന്ന് കമ്പനി വരെ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് വളരെ ഗൗരവമുള്ളതായി തന്നെ നമ്മൾ കാണണം. ഗീതാകുമാരി ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രമീള ദേവി ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആദ്യം രംഗത്ത് വന്നത്. നേരത്തെ എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ എന്തോ സംവിധാനമാണ് എന്ന നിലയിലാണ് ഇവിടെ ഈ തട്ടിപ്പിന് അരങ്ങൊരുങ്ങിയതും ആളുകളെ സമീപിച്ചതും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് BJP നേതാക്കളുടേത് ഉൾപ്പെടെയുള്ള ഈ വിവരങ്ങളും പുറത്തു വരുന്നത്. മുമ്പ് സംസാരിച്ച ശ്രീ നികേഷ് രവീന്ദ്രന്റെ ആ വാദങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. 100%. ഞങ്ങൾ പലപ്പോഴും രാഷ്ട്രീയപരമായി ഒരുപാട് ഏറ്റുമുട്ടാറുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ വാദമുഖങ്ങൾക്ക് ഒരു ഒരു വലിയ സത്യസന്ധതയുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ പറഞ്ഞ സമീപനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അതായത് ഇവിടെ ഈ ചില അർദ്ധസത്യങ്ങൾ പ്രമീള ദേവിയുടെയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സമരസപ്പെടൽ. അല്ല, ഞാൻ അതിനെ പറഞ്ഞു. ഞാൻ പ്രമീള ദേവിയോട് ബന്ധപ്പെട്ട അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. ഇവിടെ ഇപ്പൊ എൻ രാധാകൃഷ്ണന്റെ ആ സൈൻ എന്ന് പറഞ്ഞ സംഘടനയുടെ കാര്യം ഇവിടെ അതും ആരോപണ വിധേയമാണ്. ഇത് ഇപ്പൊ എന്താണോ നികേഷ് രവീന്ദ്രന്റെ ആ സംഘടനയ്ക്ക് സംഭവിച്ചത്, അവരുടെ ആ ട്രസ്റ്റിന്, ആ NGOയ്ക്ക് സംഭവിച്ചത്, ഇങ്ങനെ തന്നെ സംഭവിച്ച ഒരുപാട് ട്രസ്റ്റുകളും ഒരുപാട് NGOസും ഈ കേരളത്തിലുണ്ട്. നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നാം. ഈ തട്ടിപ്പ് കാര്യം ഒരിക്കലും നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ആട് വാഞ്ചിയം തെക്കൊക്കെ വന്നിട്ടുണ്ട്. ഓരോ തട്ടിപ്പും ഒരിക്കലേ അത് ചെയ്യാൻ കഴിയുള്ളൂ, അത് പിന്നീട് ആവർത്തിക്കുകയും ഇങ്ങനെ തുടർച്ചയായി പല പ്രാവശ്യമായിട്ട് പല രൂപത്തിൽ ഈ തട്ടിപ്പുകാർക്ക് നിന്നു കൊടുക്കാൻ പാകത്തിൽ അവരുടെ ഒരു പൊട്ടൻഷ്യൽ ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിരിക്കുന്നത് എന്നത് വളരെ കാര്യം. ഇനി എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സംസ്ഥാനത്ത് ഇമാതിരി നടക്കുമെന്ന്. അതുപോലെയാണ് നടക്കുന്നത്. അങ്ങനെ തന്നെ പിന്നെ ഇതിന്റെ കാര്യം, CSR ഫണ്ടിന്റെ കാര്യം, ഇപ്പൊ ഒരു കാര്യം എല്ലാവർക്കും വ്യക്തമായല്ലോ. അങ്ങനെ വഴിയെ പോകുന്നവർക്കൊന്നും CSR കിട്ടുന്ന സാധനമല്ല CSR ഫണ്ട് എന്നുള്ള കാര്യം. CSR ഫണ്ട് ഇപ്പോൾ കൊടുക്കുന്ന പൂർണ്ണമായും ഓൺലൈനിൽ അങ്ങേയറ്റം സുതാര്യമായി അതിന് അർഹരായവർക്ക് അതിന്റെ പൂർണ്ണമായും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ CSR ഫണ്ട് കിട്ടുകയുള്ളൂ. എന്തായാലും ഇവിടെ CSR ഫണ്ട്, 1 രൂപയുടെ CSR ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തം തന്നെയല്ലേ. തട്ടിപ്പുകാർക്കാണ് CSR, അല്ലെങ്കിൽ BJP സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അവർക്കാണ് CSR ഫണ്ട് കിട്ടുക എന്നുള്ള വാദമുഖം ഈ യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് തന്നെ പൊളിയുകയാണ്. അപ്പൊ ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ CSR ഫണ്ടിന്റെ 1 രൂപ പോലും ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, പക്ഷേ ഇവിടെ വിശ്വാസ്യത ജനിപ്പിക്കാൻ വേണ്ടി ഇവർ ആദ്യം
വാങ്ങുന്ന പകുതി പണം വാങ്ങിക്കൊണ്ട് ഈ സാധനങ്ങൾ കൊടുത്താണ് വിശ്വാസ്യത നേടിയത്. അത് പലതരത്തിലുള്ള വാഹനങ്ങൾ തന്നെയും പകുതി വിലയ്ക്ക് കിട്ടിയവരുണ്ട്, വാഷിംഗ് മെഷീൻ കിട്ടിയവരുണ്ട്, തയ്യൽ മെഷീൻ കിട്ടിയവരുണ്ട്, ഫോൺ കിട്ടിയവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള തട്ടിപ്പിന്റെ ആദ്യ രൂപത്തിൽ അവരുടെ വിശ്വാസ്യത ആർജിക്കാൻ വേണ്ടി ഇവർ ഈ സാധനങ്ങൾ തിരികെ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, വിശ്വാസ്യത നേടുക എന്നതായിരുന്നു ഈ തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വിശ്വാസ്യത നേടാൻ പലരെയും ഉപയോഗപ്പെടുത്തി, പല നേതാക്കളെയും, പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഉപയോഗപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ പ്രമീള ദേവി ഗുഡ്വിങ് പ്രോട്ടോകോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ അനന്തവുമായി ചേർന്ന് നടത്തുന്നത് 2019 2021 മുതലാണ് ഈ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്, അരങ്ങുണർന്നത് എങ്ങനെയാണ് എന്നത് ഈ കാര്യങ്ങൾ നോക്കിയാൽ വ്യക്തമാകും. 2019 കമ്പനി രൂപീകരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച ആളെയാണ് ഒന്നും അറിയത്തില്ല എന്ന് പ്രമീള ദേവി വളരെ നിഷ്കളങ്കമായി ആദ്യം തള്ളി പറഞ്ഞത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം എറണാകുളം DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ലാലി വിൻസെന്റ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇവരുടെ ലീഗൽ അഡ്വൈസറാണ്, അവരുടെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ആളാണ്, അവരുടെ അഫിഡാവിറ്റുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവരുടെ എല്ലാ ഇൻ ആൻഡ് ഔട്ടും, അവരുടെ ഓരോ ഇൻ ആൻഡ് ഔട്ടും വളരെ വ്യക്തമായി അറിയാവുന്ന അഭിഭാഷകയായിരുന്നു ലാലി വിൻസെന്റ്. അവരെന്താ പറഞ്ഞത്? അവർക്കൊന്നും അറിയില്ലായിരുന്നു എന്ന്. അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ നിജേഷ് രവീന്ദ്രന്റെ കാര്യം പൂർണ്ണമായും 100% മുഖവിലക്കെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടി, VD സതീശൻ പങ്കെടുത്ത പരിപാടി, സത്യത്തിൽ ഇവരെല്ലാം കുടുങ്ങുകയാണ് ചെയ്തത്. ഒരു സംശയവും വേണ്ടാതെ. ഒരു പൊതുരംഗത്ത് ഒരു പൊതുജനങ്ങൾക്ക് ഗുണമുള്ള ഒരു പരിപാടി എന്നുള്ള തോന്നൽ വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് പൊതുപ്രവർത്തകരും പൊതുരംഗത്ത് നിൽക്കുന്നവരും സഹകരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് ചിലപ്പോൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതൊന്നും ഒരു ക്രിമിനൽ കുറ്റമൊന്നും അല്ല ഈ നാട്ടില്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. NGOs അതിനോട് സഹകരിക്കാൻ ശ്രമിക്കും. ആ വിശ്വാസ്യത ജനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ആ വിശ്വാസത ആർജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് സഹകരിക്കാൻ വീണ്ടും വീണ്ടും ആൾക്കാർ മുമ്പോട്ട് വന്നു എന്ന് വരും. അത് ഒരിക്കലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവമില്ല. നേരത്തെ ഉള്ള പഴയ പോലെ ഒരു മുൻ ധാരണകളോ മുൻ അനുഭവങ്ങളോ ഇല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു അപ്രോച്ചിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലും അവരുടെ പെരുമാറ്റത്തിലും അങ്ങനെ വിശ്വാസത ജനിപ്പിച്ചുകൊണ്ടുവന്ന് നല്ല ഗംഭീരമായിട്ട് പാറശാല മുതൽ തിരുവനന്തപുരം വരെയുള്ള, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഇവർ നല്ല ഗംഭീരമായിട്ട് പറ്റിച്ചു. അതൊരു സത്യമാണത്, യാഥാർത്ഥ്യമാണത്. ഇനി പ്രമീള ദേവിയായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇനി പുറത്തു വരട്ടെ. അവർക്ക് ഇനി എന്ത് തന്നെ ആയാലും അന്വേഷണം നടക്കട്ടെന്നേ. അന്വേഷണം നടത്തി ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ആ അന്വേഷണം നടത്തി പുറത്തു വരണം. അത് അക്കാര്യത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ സംശയമുണ്ട്. അത് എത്രത്തോളം പുറത്തു വരുമെന്നും അത് എത്രത്തോളം അർദ്ധസത്യങ്ങൾ വരുമെന്നും, അതുവരെ ഇതുപോലെ ഈ പൊതുപ്രവർത്തകരെ ഈ സംശയത്തിന്റെ മുനയിൽ നിർത്തി ഈ വൃത്തികെട്ട രീതിയിൽ റീച്ച് ഉണ്ടാക്കുന്ന ഈ വില കുറഞ്ഞ മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉത്തരവാദിയായിരിക്കില്ല, നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു ഫ്രറ്റേണിറ്റിയുടെ ഭാഗം എന്നുള്ള നിലയിൽ നിങ്ങളും പ്രതിസ്ഥാനത്താണ് രേണുക. മറ്റ് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളുടെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന ബാധ്യത നമ്മളെ സംബന്ധിച്ചില്ല. അത് അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഒരു വാർത്ത സംബന്ധിച്ച് പല സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ പല മാധ്യമങ്ങൾക്കും ലഭിക്കും. അവർ കൊടുത്ത വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്നത് അവർ വിശദീകരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ തട്ടിപ്പ് നടന്നു എന്നത് വസ്തുതയാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു. നിജേഷ് അരവിന്ദിനും ആ തട്ടിപ്പിന്റെ ഭാഗമാകേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചുവല്ലോ. അപ്പോൾ ഒന്നുമില്ലാതെ വരുന്ന ആരോപണങ്ങളൊന്നുമല്ല, പല വിധത്തിലുള്ള ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ ആ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. ലിജീഷ്, ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ CPM പ്രതിനിധി വന്നിരുന്നു, നോക്കൂ ലീഗിന്റെ MLA കോൺഗ്രസ് നേതാക്കൾ ഇത് വലിയ തട്ടിപ്പാണ്, ആസൂത്രിതമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ പാർട്ടി തന്നെ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി വരികയാണ്. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും വിട്ടുനിന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ സംഘം രൂപീകരിച്ചിട്ടുള്ള അന്വേഷണമാണ്. ഈ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും പെടുന്ന കേസാകുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് എല്ലാം പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാമോ? ലിജേഷ്, എന്നോടാണോ ചോദ്യം? അതെ.
കേരളത്തിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പൊ വന്ന ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടത്. കേരളത്തിനകത്തെ LDFന്റെ ഗവൺമെന്റ് നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് SP-യെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിരവധിയായ DYSP-മാർ ഇതിനകത്ത് അംഗങ്ങളായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണമാണ് കേരളത്തിനകത്തെ LDFന്റെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് യാതൊരു സംശയവും വേണ്ടതില്ല. ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനകത്ത് രേണുക പറയുന്ന സമയത്തും നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തും ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു പൊതുവൽക്കരണം ഇതിനകത്ത് നടത്തുന്നതായി കണ്ടിട്ടുണ്ട്. CPM-ന്റെ അതിനെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഏതെങ്കിലും നേതാക്കളെയോ അതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തെയോ പ്രവർത്തകരെയോ ഒന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഒരു ആരോപണം എവിടെ നിന്നും വന്നിട്ടില്ല. അത് നിങ്ങൾ പരിശോധിച്ച് പറയണ്ടേ. അല്ലാതെ പൊതുവൽക്കരണം നടത്തി അതിന്റെ കൂടെ CPM നേതാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് CPM-ന്റെ നേതാക്കന്മാർ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ജനങ്ങളെ പങ്കുചേർത്ത് ഇതുപോലുള്ള സൊസൈറ്റികളൊക്കെ രൂപീകരിച്ച് അതിലേക്ക് ആളെ ചേർത്ത് പകുതി വിലയ്ക്ക് അവർക്ക് സംവിധാനത്തെ അംഗങ്ങളാക്കി ചേർത്തു. അവർക്ക് പൈസ കിട്ടിയില്ല എന്ന ആരോപണം എവിടെയും വന്നിട്ടില്ല. അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ വിജേഷ് അരവിന്ദാണല്ലോ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത്. 2.5 ലക്ഷം നൽകി എന്നതായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെ സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ പാർട്ടി പണം പിരിക്കുമോ എന്ന് പോലും സംശയമാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ പണപ്പിരിവ് എന്ന് പറയുമ്പോൾ ഇതുപോലെ പലരുടെയും സംഭാവന വാങ്ങി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്ന് വരെ പാർട്ടി പണം പിരിക്കുന്നോ എന്നൊരു സംശയം പോലും ഉയർന്ന തരത്തിലാണ് ആ വാർത്ത കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പണം കിട്ടാത്ത സംഭവമോ ഉണ്ടായിട്ടില്ല. അതാണ് തട്ടിപ്പെന്ന് പറയുന്നത്. അത് നിങ്ങൾ ആ രൂപത്തിൽ കാണാം. അതല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പൊതുവൽക്കരണത്തിന് ആട് 1 ലക്ഷം റുപ്യ ഇട്ടേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട്, അതല്ല ഇതിന്റെ ഭാഗം. ഇതിന്റെ ഉദ്ഘാടനത്തിന് ചിലർ പോയിട്ടുണ്ടാവാം, ചില മന്ത്രിമാർ പോയിട്ടുണ്ടാവും, MLA-മാർ പോയിട്ടുണ്ടാവും, വ്യത്യസ്ത ജനപ്രതിനിധികൾ. അതല്ല വിഷയം, അത് മറുവശമാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തട്ടിപ്പാണ്. ആ തട്ടിപ്പിനകത്ത് CPM-ന്റെ നേതാക്കന്മാർ ഒരാളെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. പൊതുവൽക്കരണം നിങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് നിജേഷ് അരവിന്ദ് ഇപ്പൊ എല്ലാ ചാനലുകളും പോയി ന്യായീകരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് താങ്കൾ മ്യൂട്ട് ആവുന്നു. നിജേഷ് അരവിന്ദിനാണ് കോൺഗ്രസ് ഇപ്പം ഏതാണ്ട് ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തോന്നുന്നത്. അല്ല, ഞാൻ പറയട്ടെ നിജേഷ് അരവിന്ദുമായി ബന്ധപ്പെട്ട് നിജേഷ് ഇപ്പൊ ഇവിടെ വളരെ താത്വികമായ അവലോകനമൊക്കെ നടത്തിയേ കണ്ടു. നിജേഷ് അരവിന്ദ് ഇപ്പൊ പ്രതിയായിട്ടില്ല. ആ വസ്തുത ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. നിജേഷ് അരവിന്ദും അവരുടെ സൊസൈറ്റിയും ഒരു സംശയവും വേണ്ട. അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരും. ഇപ്പൊ തന്നെ നിരവധിയായ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കേസിൽ പ്രതിയാകും. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഇതിനകത്ത് എന്താ സംഭവം നടക്കുന്നത്? ഇതിനകത്ത് വിശ്വാസവഞ്ചനയാണ് നടക്കുന്നത്. ഈ തട്ടിപ്പിനെ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആരൊക്കെയാ? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, BJP-യുടെ നേതാക്കന്മാരെ, ഇവരെയൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. വളരെ വേഗം തട്ടിപ്പുമായി ഇവർ വഴങ്ങും എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത കേസുകൾക്കകത്തെല്ലാം പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവർ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJP-യുടെ നേതാക്കന്മാരാണ്. ഈ നിജേഷ് അരവിന്ദുമായി ബന്ധപ്പെട്ട പ്രശ്നം നിങ്ങൾ നോക്ക്. നിജേഷ് പറയാണ് ഞങ്ങൾക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. നിജേഷ് അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള IDC എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ബാലുശ്ശേരി ആയാലും താമരശ്ശേരി ആയാലുള്ള ആളുകളെ ഇതിനകത്തേക്ക് ചേർത്തത്. അനന്തകൃഷ്ണൻ അല്ല, അല്ലെ അനന്തകുമാർ അല്ല. നിജേഷ് അരവിന്ദൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റിയാണ്. അവരെ നിങ്ങളെ കണ്ടിട്ടാണ് ആളുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. പാതി വിലയ്ക്ക് അവർ ഇതിനകത്ത് അംഗങ്ങളായി ചേർന്നിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. അതാണ് തട്ടിപ്പെന്ന് പറയുന്നത്. അതാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കൈകഴുകാൻ വേണ്ടി കഴിയുക? ഈ അനന്തകുമാറിനെ, അനന്തകൃഷ്ണനെയോ ബാലുശ്ശേരിയിലോ താമരശ്ശേരിയിലോ ആളുകൾക്ക് അറിയോ? നിങ്ങൾ മുഖേനയാണ് അറിയുന്നത്. നിങ്ങൾ വിശ്വാസത്തിലെടുത്താൻ അവരെ, അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ വിശ്വാസത്തിലെടുക്കുക എങ്ങനെയാ? ഇവരെ പ്രൊഫൈൽ നോക്കി, ഞാൻ കമ്പ്യൂട്ടർ നോക്കി, ഞാൻ സായി ഗ്രാമത്തിൽ പോയി എന്നുള്ളതല്ല. വളരെ കൃത്യതയോടെ പരിശോധിക്കണ്ടേ. ഇപ്പൊ അനന്തകൃഷ്ണൻ പറഞ്ഞു 1 നയ പൈസ CSR ഫണ്ട് പ്രകാരം കിട്ടിയിട്ടില്ല. എങ്ങനെയാ കിട്ടുക? ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുമോ? അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും നിജേഷ് അരവിന്ദനെ പോലുള്ള നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ വെറുതെ ഇവിടെ വന്ന് എന്റെ അടുത്ത് ഒരു തെറ്റുമില്ല, ഞാനൊരു പരാതി കൊടുത്തു എന്നുള്ളതല്ല. നിങ്ങൾക്കെതിരെ ആക്ഷേപം വരുന്നതിന് മുമ്പേ പോയി ഒരു പരാതി കൊടുത്തതാ. ആ പരാതി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടാവും. അതേ കുറ്റം നിങ്ങൾ പൊതുജനങ്ങളോടും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അംഗങ്ങളാക്കിയവരോട് ചെയ്തിട്ടുണ്ട്. അവർ പരാതിയായി വരുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ പ്രതിസ്ഥാനത്ത് വരും. അപ്പൊ കൈ കഴുകാന്നൊന്നും നിങ്ങൾ കരുതണ്ട. ആ നിലയിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. കോൺഗ്രസിന്റെയും BJP നേതാക്കന്മാരെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും എല്ലാം വളരെ കൃത്യതയോടെ അവർ ഇതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം.
അത് മനസ്സിലാക്കിക്കൊണ്ടേ നിജേഷ് അരവിന്ദനെ പോലുള്ള ശരി പ്രമുഖരായ ശരി എനിക്കൊരു കോൺഗ്രസ് ഇടവേള നേതാക്കൾ അനിവാര്യമായതുകൊണ്ടാണ് പറയാവുന്നതാണ് ഞാൻ എന്റെ ഇടപെടുന്നത്. ലിജീഷ്, ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിൽ തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് 2.5 ലക്ഷം രൂപ അനന്തു നൽകിയത് എന്ന് പറയുന്നത് അക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. അതിന് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ. ഞാൻ രണ്ടാം ഘട്ടത്തിൽ ലിജീഷിലേക്ക് വരാം. ശ്രീ സക്കറിയ ജോർജ്, ഇവിടിപ്പോൾ നമ്മൾ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടുതലായി അറിഞ്ഞുകൊണ്ടുവരികയാണ്. നൂറുകണക്കിന് പരാതികൾ പല ജില്ലകളിലും വന്നു കഴിഞ്ഞു. പക്ഷേ 34 എണ്ണത്തിന്റെ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. പോലീസിന്റെ മെല്ലെപ്പോക്ക് ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു വമ്പൻ സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആരോപണ വിധേയരാകുന്നു. പിന്നിൽ ഉന്നതന്മാരുണ്ട് എന്ന സംശയം ബലപ്പെടുന്നു. ഒരാൾ ഒറ്റയ്ക്ക് ഒരു 27 വയസ്സുകാരൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സർവരെയും പറ്റിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരൊക്കെ എന്നുള്ള സംശയമൊക്കെ ഉയരുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ കണ്ടു ഇതുപോലെ ഒരു കൊച്ചു പയ്യന ടോട്ടൽ ഫോർ യു, അതിനകത്തൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു? രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അല്ല, ഇനി നമ്മൾ അനാർക്കിയുമായിട്ട് എന്തോ ദൂരം ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമ്മൾ കണ്ടു ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ അനാർക്കി വന്നത്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ രാജ്യത്തും ഒക്കെ വരും. കാര്യം സത്യസന്ധത പൊളിറ്റിക്സിലില്ല. ആ ഗാന്ധിയൻ എറ കഴിഞ്ഞപ്പോഴേ പൊളിറ്റിക്സിനെ തമസ്കരിച്ചു കഴിഞ്ഞു. അത് ഇന്ന് പൊളിറ്റീഷ്യൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും റെസ്പെക്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്ന ഈ രാജ്യസ്നേഹമുള്ള നല്ല വ്യക്തിത്വങ്ങളോടുള്ള ജനങ്ങളുടെ ബഹുമാനം കൊണ്ടാണ് പൊളിറ്റീഷ്യൻസ് കിട്ടുന്നത്. അല്ലാതെ ഇന്നത്തെ പൊളിറ്റീഷ്യൻസിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആർക്കെങ്കിലും ബഹുമാനം തോന്നുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്. ഇവരാരും എത്ര പേര് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്? നമ്മൾ ഡൽഹി ഇലക്ഷൻ കണ്ടു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കാശ് വാരി എറിഞ്ഞു. എവിടുന്ന് ഈ കാശ്? ഇവരുടെ കുടുംബത്തിൽ നിന്നാണോ? ഇതെല്ലാം അണ്ടർവേൾഡിന്റെയാണ്. കാര്യം നേരത്തെ 1996 സുപ്രീം കോടതി കോമൺ കോസിന്റെ കേസ് ഉണ്ടായിരുന്നു. ആ കേസിനകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞു, അങ്ങനെയാണ് ഇലക്ഷൻ ഫണ്ടിങ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ നോക്കിയത്. അവർ ചോദിച്ചു എവിടെ നിന്നാണെന്ന്. ഇത് ജയിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അണ്ടർവേൾഡിന് വേണ്ടി ഇതുപോലുള്ള ക്ലാൻഡസ്റ്റൈൻ ഡീൽ നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇവിടെ ഒരു ബജറ്റിനെ പറ്റി ചർച്ച ഉണ്ടായിരുന്നല്ലോ. നിയമസഭ വളയുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ബജറ്റിനകത്തും അല്ല ഇതൊക്കെയാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവരെ പോകുന്നു. കോമൺ മാനോട് വലിയ താല്പര്യങ്ങളില്ല. ബജറ്റ് വെച്ച് പോലും കള്ളക്കളികൾ കളിച്ചിട്ട് ഇവരെല്ലാം സ്വന്തമായ നേട്ടം ഉണ്ടാക്കുന്നുള്ളത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മാറണമെങ്കിൽ ജനം ഉണരണം. ഇവരെല്ലാം ജനം കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഇവരെല്ലാം പിൻ ചെയ്യണം. ഹൈക്കോടതി ഭിത്തിയില് ഇവരെല്ലാം പിടിച്ച് തറയ്ക്കണം. അത് രീതിയിൽ ഇവിടുത്തെ സാമൂഹ്യ സംഘടനകളെ NGOs ഒക്കെ ഇതിലെ വിവരങ്ങൾ പുറത്തു വരണമല്ലോ. ശ്രീ സക്രിയ ജോർജ്, ഇതിൽ ആരൊക്കെ ഉണ്ട് എന്ന്. പൊളിറ്റിക്കൽ ഫണ്ടറാണ് അനന്തു കൃഷ്ണൻ എന്നത് വ്യക്തമാകുന്നുണ്ട് അയാളുടെ മൊഴിയിലൂടെ. അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ ആസൂത്രിതമായ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുകയില്ല എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും. നോക്കൂ, പക്ഷേ ഈ നൽകിയിട്ടുള്ള മൊഴി ഇനി പുറത്തു വരുമോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകൾ ആര്? ഇവരിലേക്ക് എത്തി ഒരു അന്വേഷണം നടന്ന് കാര്യങ്ങൾ വെളിച്ചം കാണും, അല്ലെങ്കിൽ സത്യം തെളിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കറിയാം, അനന്തു കാളിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പക്ക ഫ്രോഡ്. അയാൾക്ക് എങ്ങനെ ഈ പറയുന്ന സിസ്റ്റത്തെ ഈ രീതി ചലിപ്പിച്ച് ഫണ്ട് എടുക്കാൻ പറ്റും? നമ്മൾ പറയാറുണ്ട്, പിന്നെ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവരി മാൻ ദർ ഈസ് എ വുമൺ എന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വരുമ്പോൾ അതൊരു പഴയ വൈസ് ഓൾഡ് സേയിങ് ആണ്. പക്ഷേ ഇപ്പം ബിഹൈൻഡ് എവരി ഫ്രോഡ്സ്റ്റർ ദർ ഈസ് എ ബിഗ് പൊളിറ്റീഷ്യൻ. അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പം ആണെങ്കിൽ ദർ ഈസ് എ ജഡ്ജ് എന്നുകൂടെ പറയാം. കാര്യം അതേ 7ാം പ്രതിയാണ്. നമുക്ക് നവീൻ അറോറയില് ഡൽഹി ഹൈക്കോർട്ടിന്റെ വിധിയുണ്ട്. എ ജഡ്ജ് ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് ഹീസ് എ ജഡ്ജ്, he too will be judged. ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇവിടെ ഒന്നും പോയി തല വെച്ച് കൊടുക്കരുത്. ഈ ഉലകമേ തട്ടിപ്പെന്ന് പറഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. ഇന്ന് പലപ്പോഴും നല്ല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുക ആരെയാ വിശ്വസിക്കുന്നതെന്ന്. കാര്യം ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഓപ്പർച്യൂണിസ്റ്റ് ആണ്. എന്ത് കിട്ടിയാലും അടിച്ചു മാറ്റും. വളരെ കുറച്ച് മൈനോറിറ്റിയേ ഉള്ളൂ
അവനവൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അന്നം തേടി മര്യാദയ്ക്ക് ജീവിക്കുന്നത്. അത് മൈനോറിറ്റിയാണ്. ബാക്കി എല്ലാം പറ്റിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് അവർ ഇത് രാഷ്ട്രീയ കളറും കൊടിയും ഒക്കെ വെച്ചുകൊണ്ട് ഇതിനെല്ലാം വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇപ്പം ടീം വരുമ്പം, ഇൻവെസ്റ്റിഗേഷൻ ടീം വരുമ്പോഴും ഇതിന് ചേരുന്ന രീതിയിലുള്ള ക്യാരക്ടർ ഇല്ലാത്തവരെ, ക്യാരക്ടർ ആൻഡ് കാലിബർ ഇല്ലാത്തവരെ, ക്യാരക്ടർ വിത്ത് കാലിബർ ഇല്ലാത്തവരെ വെച്ച് ഇതെല്ലാം അട്ടിമറിക്കും. ഇതെല്ലാം പോലീസിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ഒരു നഴ്സറി കുട്ടിയെ കൂടെ വിളിക്കണമായിരുന്നു, ബ്രില്യൻ്റ് ആയിട്ടുള്ള. ആ കുട്ടി പറയും കേരളത്തിൽ എന്താ നടക്കുന്നത്, ഇത് മൊത്തം തട്ടിപ്പാന്ന് അവര് തന്നെ പറയും. എല്ലാവർക്കും അറിയാം, ന്യൂ ബോൺ ചൈൽഡ് പോലും അറിയാവുന്ന കാര്യമായത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഇപ്പോ പാർട്ടി ഫണ്ടിലേക്ക് പലരും സംഭാവന ചെയ്യും. പക്ഷേ അതല്ല, തട്ടിപ്പിന് ആളുകളെ നിർത്തിക്കൊടുക്കുക, അവർക്ക് തട്ടിപ്പ് നടത്താനെത്തുന്നവർക്ക് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കുക, അവരെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുക, പണം പിടിക്കുന്നതിനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുക. ഈ ഗുരുതരമായ ആരോപണങ്ങളാണ് UDF-ൽ പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ലാലി വിൻസെന്റിനെ പോലെയുള്ളവരുടെ പങ്ക്, അതിനുശേഷവും അവർ സ്വീകരിച്ച നിലപാട്, മകനെ പോലെയാണ് തനിക്ക് എന്ന് സ്വീകരിക്കുന്ന നിലപാട്, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടില്ലേ? ഉന്നതർ ഇതിന് പിന്നിലുണ്ട്, അവർ പങ്ക് പറ്റിയിട്ടുണ്ട് ഈ തട്ടിപ്പിന്റേതെന്ന് വരുമ്പോൾ അത് വലിയൊരു ആരോപണം തന്നെയല്ലേ? അല്ല, ഒരു സിറ്റിങ്ങിന് 1 കോടി രൂപ വരെ വാങ്ങുന്ന വക്കീലന്മാരുണ്ട് എന്നാ കേട്ടത്. അതുകൊണ്ട് ലാലി വിൻസെന്റിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ മറുപടി പറയട്ടെ. ഇപ്പൊ ലിജീഷിന്റെ കാര്യങ്ങൾ വളരെ, CPM പ്രതിയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു ക്രൈംബ്രാഞ്ച് വരും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹം ഏകദേശം എയിം വെച്ച് കഴിഞ്ഞു. ഇതിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് പരാതി കൊടുത്ത കോൺഗ്രസ്സുകാരെയൊക്കെ നാളെ ജയിലിലടയ്ക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വളരെ പരസ്യമായി പറഞ്ഞതിന് വലിയ നന്ദിയുണ്ട്. മിസ്റ്റർ CPM പ്രതിനിധി, നിങ്ങൾ കോഴിക്കോട്ടേക്ക് വാ, ഞങ്ങളെ NGOs പെട്ട്, ഞാൻ ആളുടെ പേര് പറയാതിരുന്നുകൊണ്ടാ, നിങ്ങൾ അന്വേഷിക്കുക. അഡ്വക്കേറ്റ് ജാനകി ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾ അന്വേഷിക്കുക. EDS എന്ന് പറയുന്ന എന്റർപ്രൈനർ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന ആ സംഘടന ആരുടേതാണ് നിങ്ങൾ പരിശോധിക്കുക. ഉണ്ണികുളം വനിതാ സഹായ സംഘം, രുക്മിണി ടീച്ചർ ഏത് പാർട്ടിയാണ് നിങ്ങൾ പരിശോധിക്കുക. അതുകൊണ്ട് ഞാൻ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താമരശ്ശേരി രൂപതയെയും CMI-യെയും റാണി മരിയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ട്. പിന്നെ ഞാൻ ലിജീഷോട് ചോദിക്കട്ടെ, ശിവൻകുട്ടി മന്ത്രി വന്നിട്ട് ഇത് പറയുന്നു, ഞങ്ങൾ ഇത് അത് കൊടുക്കുന്നു, ഇത് മഹാസംഭവമാണ് എന്ന് പറയുന്നു. കോഴിക്കോട്ട് IG സേതുരാമൻ വരുന്നു. സേതുരാമൻ അത് മാത്രമല്ല, ഞാൻ എന്റെ സംഘടനയ്ക്ക് പോലീസുകാർക്ക് വേണ്ടി തയ്യൽ മെഷീൻ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ വെച്ച് വാങ്ങിക്കൊണ്ടുപോകുന്നു. ഞങ്ങൾ വിശ്വസിക്കണ്ടേ? കേരളത്തിലെ IG വന്നുകൊണ്ട് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നു, തയ്യൽ മെഷീൻ ഇത് അനന്തകുമാർ എന്ന് വാങ്ങിക്കൊണ്ടുപോയി, ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? പിന്നെ CSR നെറ്റ് നോക്കി എന്നല്ല രജീഷ, നിങ്ങളിങ്ങനെ AC മുറിയിൽ ഇരുന്ന് പ്രത്യയശാസ്ത്രം പഠിക്കല്ല, നാട്ടിലിറങ്ങി പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ പെട്ടുപോകും, ഞങ്ങളത് തിരുത്തുകയും ചെയ്യും. CSR ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അങ്ങ് ന്യൂയോർക്കിലും ക്യൂബയിലും ഒന്നും പോകണ്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ CSR ഫണ്ട് വാങ്ങുന്ന ട്രസ്റ്റ് സായി ഗ്രാൻഡ് ട്രസ്റ്റ് ആണ്. നിങ്ങൾ പരിശോധിക്കുക എത്ര കമ്പനിയുടെ CSR കമ്പനി. പിന്നെ CSR സംഭവം ഒന്നല്ല, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2013 വന്നത് 500 കോടി മൂലധനമുള്ള, 1000 കോടി വിറ്റുവരവുള്ള, 5 കോടിയിലധികം ലാഭമുള്ള ആളുകൾക്ക് 2% CSR ഫണ്ട് കൊടുക്കണം. അതിന് 12ATG മതി. ഞങ്ങൾക്കൊക്കെ അതിന്റെ എലിജിബിലിറ്റി ഉണ്ട്. ആ എലിജിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ വിളിച്ച് ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞങ്ങൾ എവിടുന്നോ വന്ന ആകാശത്ത് പൊട്ടിമുളച്ച ആളുകളൊന്നുമല്ല. ഞങ്ങൾ കുറെ കാലമായി സന്നദ്ധ സംഘടന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തനം നടത്തും. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് പരാതി വരട്ടെ, അത് ഞങ്ങൾ അതൊന്നും പ്രതീക്ഷിച്ച്. എനിക്ക് എന്റെ ഒരു പരാതി കൊടുത്തപ്പോൾ കേരളത്തിന്റെ ഒരു ചാനൽ എടുത്ത് വലിയ പരിശോധന, എന്റെ നല്ലൊരു ചിത്രം വെച്ചുകൊണ്ട് കുറ്റാരോപിതൻ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യം പുറത്തുവിട്ടത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നി. ആദ്യം പുറത്തുവിട്ടത് നാർക്കോട്ടിക് കേസിൽ 1 കൊല്ലക്കാലം ജയിലിൽ കിടന്ന ചങ്ങാതിയാണ് എടുത്ത് ആദ്യം പുറത്തുവിട്ടത്. പിന്നെയാണ് അതിന്റെ ബാക്കിൽ പുറത്തുവിട്ടത്. ഏതായാലും ഞാൻ ഒന്നും പോയിട്ടില്ല, അത് രജീഷ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത് വലിയ മഹാസംഭവം തന്നെ. ജയിലിൽ രജീഷ് കിടന്നിട്ട് എനിക്കറിയാം, ഞാൻ ജയിലിൽ അതിന്റെ പേരിലാണ് ഞാൻ കബളിക്കപ്പെട്ടതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ. പാവപ്പെട്ട സ്ത്രീകളുടെ പണമാണ് ഈ രീതിയിൽ തട്ടിപ്പുകാർ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം വേണമല്ലോ. അപ്പോൾ അത്രയും സൂക്ഷ്മത നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ കാണിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി ഇടപെടേണ്ടുന്ന വിഷയത്തിലാണ് ഇത്ര വലിയ നിങ്ങളെ കരുക്കളാക്കിയെന്നേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘം കണ്ടെത്തിയതിനു ശേഷം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കായിരുന്നു കൂടുതൽ ജാഗ്രത വേണ്ടത്. സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. ശ്രീ ലിജീഷ്, ഇവിടെ ഇപ്പോ ആനന്ദകുമാറിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ. ആനന്ദകുമാറിനെ വിശ്വസിച്ചു എന്ന് പലരും പറയുന്നു. ആനന്ദകുമാറിനെ വിശ്വസിച്ച് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ഫോട്ടോകൾ കണ്ട് ആ മന്ത്രി പറയുന്നത്, ഞാൻ വിശ്വസിച്ചത് ആനന്ദകുമാറിനെയാണ്, അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ പോയതെന്നാണ്.
അനന്തു പറയുന്നു ആനന്ദകുമാർ ആണ് പണം കൈകാര്യം ചെയ്തത് എന്നും മറ്റും പറയുന്നു. ഈ ആനന്ദകുമാർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മുൻകൂർ ജാമ്യം എടുക്കാൻ നീക്കം നടത്തുകയാണ്. ഇനി ജാമ്യം എടുക്കുന്നിടം വരെ അദ്ദേഹത്തിലേക്ക് എത്തണ്ട എന്ന ഒരു തീരുമാനമുണ്ടോ? ഒറ്റ കാര്യം പറയട്ടെ രേണുക, ഞങ്ങൾക്ക് അബദ്ധം പറ്റി. അല്ല ഒറ്റ മിനിറ്റ് ഒരേ ഒരു സെക്കൻഡ്. ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഞാൻ രേണുകയ്ക്ക് 50 മാധ്യമ പ്രവർത്തകരുടെ ലിസ്റ്റ് അയച്ചു തരാം. ഈ സ്കൂട്ടർ വാങ്ങിയ നിങ്ങൾ അംഗീകരിക്കോ? 50 മാധ്യമ പ്രവർത്തകരെ കേരളത്തിൽ അറിയപ്പെടുന്ന പോലീസുകാരുടെ ലിസ്റ്റ് അയച്ചു തരാം. അബദ്ധം എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്രം മാധ്യമ പ്രവർത്തകർ മാത്രം ഇത് പറ്റാത്തവരാണെന്ന് പറയുന്നത്. ഇതിന്റെ പങ്ക് പറ്റിയ ആളുകൾ ചാനലുകളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ആളുകൾ പറ്റിപ്പോയ ആളുകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ രേണുക ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കിടപ്പാടം വിട്ടിട്ടാണെങ്കിലും അവരുടെ പൈസ കൊടുക്കും. യാതൊരു സംശയവും വേണ്ട. നിങ്ങളോട് ഡൊണേഷൻ വാങ്ങില്ല. കിടപ്പാടം വിട്ടിട്ടാണെങ്കിലും ഞങ്ങൾ പണം കൊടുക്കും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ എന്തോ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വലിയ സംഭവമാണ്. പക്ഷേ അത്യാവശ്യം മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചതിയാണെങ്കിൽ മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചു വേണ്ടേ? ഇത് തട്ടിപ്പാണ്. ഇത് തട്ടിപ്പിന്റെ പങ്ക് പറ്റാൻ പാടുണ്ടോ? അതിനെ കുറിച്ചൊക്കെ അന്വേഷണം വേണം. ഇങ്ങനെ ഒരു സ്കീം കണ്ട സമയത്ത് സ്വകാര്യ ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു സ്കീം കണ്ട സമയത്ത് അപേക്ഷിച്ച് അതിന്റെ ഗുണഭോക്തൃ വിഹിതം പറ്റിയ ആളുകളാണ്. അവര് തെറ്റുകാരാണെന്നല്ല പറയുന്നത്. പക്ഷെ അവരൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ഞങ്ങൾ പെട്ടുപോയി എന്ന് പറയുന്നത് പോലെ തന്നെ ആനന്ദ്കുമാറിനെ പോലെയുള്ള പ്രഗത്ഭനായ CSR വാങ്ങിയ വലിയ സ്ഥാപനത്തിന്റെ ചെയർമാൻ വന്ന് വിളിച്ച സമയത്ത് കേരളത്തിലെ മന്ത്രിമാരും MLA മാരും MP മാരും പ്രമുഖരും ഒക്കെ വിളിച്ച ചടങ്ങിൽ വെച്ച് ഇതിൽ പറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വലിയ കുറ്റക്കാരാണ്, കുറ്റാരോപിതരാണ്, ആരോപണ വിധേയരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കുമ്പോൾ അതിന്റെ മറുപടിയാണ് പറഞ്ഞത്. സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കുക. ഞങ്ങൾ ജനങ്ങളോട് മറുപടി പറയും ചെയ്യും. പങ്കെടുത്ത ചടങ്ങ് മന്ത്രി എന്ന് പറയുന്നത് ആനന്ദകുമാറിനെ വിശ്വസിച്ചു എന്നാണ്. അദ്ദേഹമാണ് ഇതിന്റെ കിങ്, ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് അനന്തു പറയുന്നു. അങ്ങനെ ആരോപണ വിധേയനായ വ്യക്തിയെ വിശ്വസിച്ച് കുറ്റം പറയാൻ പറ്റുമോ ലിജീഷ്? അല്ല, ഇപ്പോ ഇതിനകത്ത് നിജേഷ് അരവിന്ദ് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തെയൊക്കെ വല്ലാതെ എതിർക്കുന്നത് കണ്ടു. വളരെ നല്ല നമസ്കാരമേ പറയാനുള്ളൂ. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞകാല പത്രപ്രവർത്തനത്തിന്റെ രീതികളോട് നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്ന് മനസ്സിലാക്കിയത്. ഞാൻ അത് അവിടെ നിർത്തുകയാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളെയൊക്കെ ജയിലിൽ പിടിച്ചിടാൻ പോവുകയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഞങ്ങളല്ല രജീഷ, നീയാ പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ല. നിങ്ങളാ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ തട്ടിപ്പ് നടത്തിയ ഇരകളടുത്തൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പണം ഞങ്ങൾ തരില്ല. ഇനി അതുകൊണ്ട് നിങ്ങൾ പരാതിപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പരാതി വരാത്തത്. അത് അധികകാലം നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം നിജേഷ് ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളെ കിടപ്പാടം വിറ്റത് കൊടുക്കുന്നത്. അതാ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടത്. എവിടെന്നാ നിങ്ങൾക്ക് ഇത്രമാത്രം പണമുള്ളത്? നിങ്ങൾ എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലായി 1.25 കോടി രൂപ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നു പറയുന്നത്? നിജേഷിന്റെ ആസ്തി എത്രയാ? നിജേഷ് എങ്ങനെയാ ഇങ്ങനെ പണം ഉണ്ടാക്കിയത്? നിജേഷ് എവിടെ നിന്ന് ഇതിന് മാത്രം പണം വന്നത്? നിങ്ങൾ ചാനൽ മുറിയിൽ പറഞ്ഞല്ലോ, 25 കൊല്ലമായി ജോലി ചെയ്യുന്നുണ്ട്. 25 കൊല്ലമായി ജോലി ചെയ്യുന്നുണ്ട്. നേരിട്ട് പങ്കാളിത്തം ഉണ്ടോ എന്ന് ജനങ്ങൾക്കും ഇത് കേൾക്കുന്ന ആർക്കും സംശയം വരും. കാരണം നിജേഷ് അതാ പറഞ്ഞേ കടപ്പാടം വിറ്റ് കൊടുക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീമതി രേണുക പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെ പൊതുവൽക്കരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞു, നിങ്ങൾ തട്ടിപ്പ് നേരിട്ട് നടത്തിയവരാണ് നിജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാ ഞങ്ങളുടെ ആക്ഷേപം. എന്താണെന്നറിയോ? ഇതിനകത്ത് ആളെ ചേർത്തത് ആരാ? നിജേഷിന്റെ IDC എന്ന് പറയുന്ന കമ്പനിയാണ്. അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചത് ഏത് അക്കൗണ്ടിലേക്കാണ് നിജേഷ് പണം സ്വീകരിച്ചത്? ഈ പറയുന്ന അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണോ? നിജേഷ് നേതൃത്വം കൊടുക്കുന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പണം സ്വീകരിച്ചത്. അതാ തട്ടിപ്പെന്ന് പറയുന്നത്. ആളുകളെ വിശ്വസിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി അവർക്ക് പണം തിരിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് വേറെ കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ബോധ്യത്തിനകത്ത് താഴെയുള്ള ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി വിട്ടുതരിക. മനസ്സിലായേ? നിങ്ങൾക്കും ആനന്ദകുമാറിനെ സംരക്ഷിക്കണം. നിങ്ങൾക്കും ആനന്ദകുമാറിനെ സംരക്ഷിക്കണം. ലിജീഷ് ആനന്ദകുമാറിന് മുൻകൂർ ജാമ്യം എടുക്കാനാണ് ചർച്ചയ്ക്ക് വന്നത്. അല്ല, ലിജീഷ് ആനന്ദകുമാറിന് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയിലേക്ക് വന്നത്. അത് നിങ്ങൾ പറഞ്ഞേക്കേ. അത് നിങ്ങൾ പറഞ്ഞോ? ആനന്ദകുമാറിന് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അത് തന്നെയായിരുന്നു. ഞാൻ താങ്കളോട് ചോദിച്ചത്
ഈ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന ആനന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇനി അത് പരിഗണിച്ച് വ്യാഴാഴ്ച ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് അനങ്ങാതിരിക്കുമോ എന്നതായിരുന്നു സംശയം. മന്ത്രി വരെ അദ്ദേഹത്തെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് ഇപ്പോൾ അനന്തു പറയുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന് ലിജീഷ്, ഇവിടുത്തെ MLA-മാരും താങ്കൾ ഈ പറയുന്ന ലിജീഷും ഈ നാട്ടിലുള്ള സകലരും ഈ തട്ടിപ്പിന് കുടപിടിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ തട്ടിപ്പിന് കുടപിടിച്ചിട്ട് ആരും അറിഞ്ഞില്ലേ ശ്രീ ലിജീഷ്? ഇവിടെ നമ്മുടെ ഒരു സംവിധാനവും ഈ തട്ടിപ്പ് അറിഞ്ഞില്ലേ? 1000 കോടിയുടെ തട്ടിപ്പ് ഒരു തട്ടിപ്പിന്റെ മുൻ ചരിത്രമുള്ള ഒരാൾ നടത്തിയിട്ട് നമ്മുടെ സംവിധാനങ്ങൾ അറിഞ്ഞില്ലേ? ഇന്റലിജൻസ് അറിഞ്ഞില്ലേ? ഒരു നടപടി എടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ സംവിധാനങ്ങൾക്കുണ്ടായില്ലേ? അത് ആരുടെ വീഴ്ചയാണ് ശ്രീ ലിജീഷ്? അങ്ങനെ ഒരു തട്ടിപ്പ് സകലരും ഇടപെട്ട് തട്ടിപ്പ് നടക്കുന്ന സമയത്ത് പൊതുവൽക്കരിച്ച് CPM കൂടി ഉണ്ടെന്ന് പറയുക നിങ്ങളുടെ പൊതുവായ രീതിയാണത്. പാർട്ടി പണം മേടിച്ചു എന്ന് അനന്തു പറഞ്ഞു. അത് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ പറഞ്ഞുകൂടെ? പാർട്ടി പണം മേടിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞുകൂടെ? എന്താ നിങ്ങളുടെ പേര് പറഞ്ഞുകൂടെ? പാർട്ടി പണം മേടിച്ചത് വെറുതെ ആണോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും സഹായം ചെയ്തിട്ടാണോ പാർട്ടി പണം മേടിച്ചതെന്ന് ചോദിച്ചൂടെ? നിങ്ങൾ മേടിക്കുന്ന പണത്തിന് കണക്കില്ലേ? തട്ടിപ്പുകാരുടെ കാശ് മേടിക്കുന്നതും തട്ടിപ്പ് ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന ഒരു സന്നദ്ധ സംഘടന എന്തിന് പാർട്ടിക്ക് പണം നൽകണം? ഒരു സന്നദ്ധ സംഘടന എന്തിന് പാർട്ടിക്ക് പണം നൽകണം? പലരിൽ നിന്ന് പണം പിരിച്ച് നടത്തുന്ന ഒരു സംഘടന അല്ലെങ്കിൽ പലരിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു സന്നദ്ധ സംഘടന എന്തിന് പാർട്ടിക്ക് പണം നൽകണം? അതെന്തിനെന്ന് ചോദിച്ചൂടെ? ഇത് മനസ്സിലായില്ല. ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചവർ എന്തിന് പാർട്ടിക്ക് പണം നൽകണം? 2.5 ലക്ഷം രൂപ എന്തിന് നൽകണം? അവർ പലരുടെയും പണം ഉപയോഗിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. അവരെന്തിന് പാർട്ടിക്ക് പണം കൊടുക്കണം? ആരോടാണ്? എന്നോടാണോ? അതെ. ഞാൻ അതാണ് ലളിത ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തട്ടിപ്പും ഉദ്ഘാടനം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇലക്ഷൻ വരുന്നവരെ ഫണ്ട് വാങ്ങുന്നത് ഒരേ ക്രൈമായി നിങ്ങൾ പെടുത്താൻ പാടില്ല. എന്ത് തട്ടിപ്പുകാരനെ ചോദിക്കാമല്ലോ. ഒരേപോലെയാണോ? രണ്ടായിരാണോ? ഗ്രാവിറ്റി കൂടിയതാണോ? ഗ്രാവിറ്റി കുറഞ്ഞതാണോ? ഞങ്ങളൊക്കെ അദ്ദേഹത്തെ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അദ്ദേഹത്തോട് പണം വാങ്ങുമ്പോ ഞങ്ങളൊക്കെ കോഴിക്കോട്ട് കിടക്കുന്നു. നിങ്ങളുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി തൊടുപുഴക്കാരന് ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായിട്ടില്ല. എന്റെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ആനന്ദകുമാറിലേക്ക് എത്തുന്നില്ല അന്വേഷണ സംഘം എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് ലിജേഷ് അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ തയ്യാറായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഈ തട്ടിയെടുത്ത പണത്തിന്റെ ഒരു വലിയ ഭാഗം ആഡംബര ജീവിതത്തിന് അനന്തു ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ചെലവാക്കിയ തുകയിൽ ഒരു വലിയ തുക ഈ ഒരു മാസത്തെ കണക്കെടുത്താൽ അത് ഡൽഹിയിൽ പോയി വരുന്നതിനാണ്. ഡൽഹിയും കേരളത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ് അതിലുള്ളതെന്ന് അറിയില്ല. ഒരുപാട് യാത്രകൾ ഡൽഹിക്കും കേരളത്തിനും ഇടയിൽ അനന്തു നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇവിടെ എന്ത് ചോദിച്ചാലും എവിടെയായാലും വരുന്ന ED ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിട്ട് EDയുടെ ഒരു അനക്കവുമില്ല. തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതോ ഇനി വേറെ വല്ല ഇൻവോൾവ്മെന്റും ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ED ഈ കേസ് അന്വേഷിക്കണ്ടേ? ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെല്ലാം വെളിയിൽ വരും. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ ഇത് അന്വേഷിക്കട്ടെ എന്ന നിലപാടാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത്? പൈസയുടെ തട്ടിപ്പുകളും കാര്യം ഇപ്പോഴാണല്ലോ ഈ സംഭവമൊക്കെ പുറത്തു വരുന്നത്. അത് വരട്ടെന്നേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇത് ഇവിടുത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പാർട്ടി നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ ഇവരൊക്കെ ഈ തട്ടിപ്പുകാരന്റെ പരിപാടിക്ക് പോകുമ്പോൾ അത് തട്ടിപ്പാണെന്ന് അറിഞ്ഞില്ലേ? അങ്ങനെ ജനിപ്പിച്ച വിശ്വാസ്യതയുടെ പേരിലാണ് ഇയാൾ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. അപ്പോൾ ഇയാൾക്ക് വിശ്വാസ്യത ഉണ്ടാകാൻ കൂട്ടുനിന്നവരെല്ലാവരും ഇതിന്റെ ഭാഗമല്ലേ എന്ന് നമുക്ക് പറഞ്ഞേ. അതായത് ഇത് ഇയാൾ പറ്റിച്ചു എന്നുള്ളത് വലിയ തട്ടിപ്പ് നടന്നു. ഇതിന്റെ അകത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകളും വ്യക്തികളും പെട്ടു. ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിന്റെ പേരില് ആ പേരും പറഞ്ഞ് കിട്ടിയ ചാൻസിൽ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കാം. അതൊക്കെ ഓക്കെ. ഇനിയിപ്പോ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന നിജേഷ് അരവിന്ദും അദ്ദേഹം ഇതിന്റെ ഭാഗമായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡും ഈ പറയുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം അദ്ദേഹം ഇതിൻ്റെ അകത്ത് നേരിട്ട് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഒരു സംഘടന അതിൻ്റെ അകത്ത് പെട്ടു. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നു.
അതാണ് എന്റെ കഥ. ശരി. ഇനി അദ്ദേഹം ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹം കോൺഗ്രസിന്റെ പറയുന്നത് എന്തായിരിക്കും? രാധാകൃഷ്ണന്റെയും പ്രമീള ദേവിയുടെയും ഒക്കെ പേരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കളുടെ സമീപനവും മറ്റൊന്നായേനെ എന്നാണ് എനിക്കും തോന്നുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് നടപ്പാക്കിയ പദ്ധതി അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കളും കുറച്ചുകൂടി കടുത്ത നിലപാട് ഈ വിഷയത്തിൽ എടുത്തേനെ. എന്തായാലും എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് എല്ലാ പാനലിസ്റ്റുകൾക്കും വളരെയധികം നന്ദി. നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിച്ചത് കൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.